കോഴിക്കോട് നിന്ന് ജയിച്ച 6 പേരിൽ ഒരാളെ മന്ത്രിയാക്കണമെന്ന് മുസ്ലിം ലീഗ്. കെ മുനീറിന്റെ വീട്ടിൽ ചേർന്ന യോഗത്തിലാണ് ജില്ലയിലെ നേതാക്കൾ ആവശ്യം ഉന്നയിച്ചത്. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ഇക്കാര്യം അഭ്യർത്ഥിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, കോഴിക്കോടിന് ഇക്കുറി കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവണം എന്നുള്ള ആവശ്യം പല തരത്തിൽ ഉയർന്നിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ലീഗിനുള്ളിൽ ഉയർന്നിരിക്കുന്ന ആവശ്യം? ഹർഷൻ, കഴിഞ്ഞ ദിവസമാണ് കെ മുനീറിന്റെ വീട്ടിൽ കോഴിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതാക്കളും അതോടൊപ്പം തന്നെ സംസ്ഥാന ഭാരവാഹികളും യോഗം ചേർന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, ജില്ലയിൽ ചരിത്ര വിജയമാണ് മുസ്ലിം ലീഗ് നേടിയിട്ടുള്ളത്. മത്സരിച്ച 6 സീറ്റുകളിലും വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 6 പേരിൽ ആരെയെങ്കിലും ഒരാളെ മന്ത്രിയാക്കണം എന്നുള്ളതാണ് ഇവർ ആവശ്യമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇക്കാര്യം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഇക്കാര്യം കണ്ട് അഭ്യർത്ഥിക്കാനും തീരുമാനം ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കാനുള്ള ഒരു കാരണമായി മാറിയിട്ടുണ്ടാവുക KM ഷാജിയുടെ പേര് സജീവ പരിഗണനയിലാണ്. പക്ഷേ അദ്ദേഹത്തെ കോഴിക്കോടിന്റെ അക്കൗണ്ടിൽ മന്ത്രിയാക്കുമോ എന്നൊരു ആശങ്ക ജില്ലയിലെ ചില നേതാക്കൾക്കുണ്ട്. അതുകൊണ്ടുകൂടിയാകണം അത് തടുക്കാൻ, അതായത് കോഴിക്കോട് നിന്ന് തന്നെ ജയിച്ച ഒരാളെ പാറക്കൽ അബ്ദുള്ള, MA റസാഖ്, അതുപോലെ തന്നെ PK ഫിറോസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരിൽ ആരെങ്കിലും വേണം കോഴിക്കോടിന്റെ പ്രതിനിധിയായി മന്ത്രിയാകാനുള്ളത് എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഇക്കാര്യം പാണക്കാട് തങ്ങളെ അറിയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും KM ഷാജി സജീവ പരിഗണന, അദ്ദേഹം മലപ്പുറത്ത് വേങ്ങരയിൽ തന്നെ വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച ഒരാളാണ്. അദ്ദേഹത്തെ ആ രീതിയിൽ തന്നെയാണ് പരിഗണിക്കേണ്ടത്. പക്ഷേ കോഴിക്കോട് നിന്നും ഇവിടെ നിന്ന് ജയിച്ച ആളെ വേണം മന്ത്രിയാക്കാൻ എന്നുള്ളതാണ് ജില്ലയിലെ ലീഗിന്റെ നേതാക്കളുടെ ആവശ്യം.